നിങ്ങളോടൊക്കെ ചോദിച്ചു എന്നെ വേണം തല്ലാൻ. അല്ല, അവരെന്താ എന്നോട് ചോദിച്ചിട്ടാണോ അങ്ങനെ പോയി നിൽക്കുന്നത്? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. പറ. ഇത്രയും വർഷം വിവാഹം വേണ്ടാന്ന് പറഞ്ഞ വേദാന്ത് ഇപ്പൊ എൻഗേജ്മെന്റ് ചെയ്തിരിക്കുകയല്ലേ. ആ സന്തോഷത്തിലായിരിക്കും ഇവരിങ്ങനെ വരിവരിയായി പോയി നിൽക്കുന്നേ. പിന്നെന്തിനാ എന്നോട് ചോദിച്ചത്? നിങ്ങൾക്കും എന്റെ അത്രയും ബുദ്ധിയുണ്ടോന്ന് അറിയാനാ. ഓഹോ, എനിക്ക് ഇത്ര ബുദ്ധിയുണ്ടെന്നറിയാനേ നിനക്ക് ഇത്രയും വർഷം വേണ്ടി വന്നു. എന്റെ തലയിലെഴുത്ത്. നിന്റെയൊക്കെ ഒരു കാര്യം. മതി മതി മതി. സുഹാസിനി, ഇപ്പോഴേ ഒരുപാട് വൈകി. ആരതിയെയും വിക്കിയും സ്റ്റേജിലേക്ക് വിളിക്ക്. വന്ന ഗസ്റ്റുകളെല്ലാം അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഫംഗ്ഷനാണ്. നിങ്ങളെപ്പോഴും സന്തോഷമായിട്ട് നിൽക്കണം. എല്ലാവരും നിങ്ങളെയാണ് നോക്കുന്നത്. വിക്കി, രണ്ടുപേരും മാലയിട്. നോക്ക്, എന്റെ ഏറ്റവും വലിയ സ്വപ്നമായി ഇപ്പൊ ഇവിടെ നടക്കുന്നത്. പക്ഷേ അത് ഇത്രയും ആർഭാടമായിട്ട് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ സമയത്ത് വിഷമിക്കില്ല പ്രമി. ദൈവം കണ്ണു തുറക്കുന്ന സമയത്ത് കണ്ണീര് വേണ്ട, സന്തോഷായിട്ടിരിക്കുക.
പ്ലീസ് ചേച്ചി കരയരുത്. നീ കരഞ്ഞാൽ ഞങ്ങൾക്കും കരച്ചിൽ വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും കരുതിയില്ലല്ലോ. വേദാന്തേട്ടന് നിന്നോട് ഇഷ്ടമുണ്ടെന്നാ വിചാരിച്ചിരുന്നെ. എന്നാ സംഭവിച്ചത് മറ്റൊന്നാ. കരയരുത് മോളെ, ഒന്ന് സമാധാനിക്ക്. ചേച്ചി പ്ലീസ് കരയരുത് ചേച്ചി. വേദാന്തേട്ടന് എന്തെങ്കിലും തെറ്റ് പറ്റി കാണും. അവർക്ക് നിന്നോട് ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നു. അഞ്ജു വെറുതെ ഇരിക്കെ. വീണ്ടും വീണ്ടും അത് തന്നെ പറയണ്ട. ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ ചേച്ചിയുടെ കൂടെ ഇത്രയും ക്ലോസ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ആദ്യം അവർക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലായിരുന്നല്ലോ. ചതിയാ ചെയ്തത് അവര്. അങ്ങനെ പറയില്ല അഞ്ജു. അവരെ എതിർത്ത് ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അവരുടെ മനസ്സിൽ ഞാനില്ല. അങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചതാ. ചുമ്മാ ഇരിക്കു ചേച്ചി, ഇത് ചതി തന്നെയല്ലേ? ചതി എന്ന് പറയാനായിട്ട് വേദാന്ത് ഒരിക്കലും എന്നെ ഇഷ്ടമാണെന്ന് അങ്ങനെ ഒരു കള്ള ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അഞ്ജു. ഒരു തമാശയ്ക്ക് പോലും എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ചേട്ടൻ നിന്റെ മുമ്പിൽ നല്ലവനായിട്ട് അഭിനയിക്കുമായിരുന്നോ? അത് അഭിനയമല്ല അതിഥി. അങ്ങനെയാണ് വേദാന്ത്. വേദാന്ത് എപ്പോഴും അങ്ങനെയാ. അതൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ വേദാന്തിനെ ഇഷ്ടപ്പെട്ടതും. വേണ്ടാത്ത ആഗ്രഹങ്ങളൊക്കെ ഞാൻ വെറുതെ മനസ്സിൽ വളർത്തിയെടുത്തതാ. ഒന്നും തുറന്നു പറയാതെ വേദാന്തിനെ മനസ്സിൽ വെച്ച് ആരാധിച്ചവളാ ഞാൻ. വേദാന്തിനെ എനിക്ക് തന്നെ കിട്ടും, ഞാൻ തന്നെ നേടിയെടുക്കുമെന്ന് വെറുതെ സ്വപ്ന കൊട്ടാരം കെട്ടിയതാ ഞാൻ. അതൊക്കെ എനിക്ക് മാത്രം ഉണ്ടായിരുന്നത്. ഭൂമിന്ന് കാണുമ്പോ മാത്രമേ ചന്ദ്രന് അത്രയ്ക്ക് ഭംഗിയുണ്ടാവും. വേണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. എനിക്കും വേദാന്തിനും ഇടയില് ഭൂമിന്ന് ചന്ദ്രനിലേക്കുള്ള അത്രയും ദൂരമുണ്ട്. അതുകൊണ്ട് ഈ സ്നേഹം എത്ര ഓർക്ക പറഞ്ഞാലും കേക്കില്ല. അങ്ങനെയുള്ളപ്പോ ഞാനൊരു ചെറിയ ശബ്ദത്തിൽ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ എനിക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുക? ജഗദീഷേ, ലോക്കൽ സിംഗിൾ പ്രേതമാണത്രേ. ശബ്ദം കേട്ട ഉടനെ ഓടിപ്പോയല്ലോ എന്ന്. അപ്പോ നീ പറയുന്നതിന്റെ അർത്ഥം ഈ ജഗദീഷ് പ്രേതത്തെ കണ്ട് ഓടിപ്പോയെന്നാണ്? അതിനി പ്രത്യേകിച്ച് പറയണോ ഞാൻ? എന്റെ പേടിയൊക്കെ ഒരു നാടകാടാ. നിങ്ങളെ പോലെ തന്നെ പ്രേതത്തിനും തോന്നണം ഞാൻ പേടിച്ചോടുകന്ന്. അപ്പോഴെന്റെ മാസ്റ്റർ പ്ലാൻ വർക്കാവുള്ളൂ. ഓ, നീ അപ്പൊ പ്ലേറ്റ് ചേഞ്ച് ചെയ്യാനല്ലേ ജഗദീഷേ? ഇങ്ങനെയുള്ള കരാള സത്യങ്ങൾ ഒരുപാടുണ്ട് സുമേഷേ. നിനക്കത് വൈകാതെ മനസ്സിലാവും. ഇവനെയൊക്കെ വിശ്വസിച്ച ഞാനിപ്പോ ആരായി? അപ്പോ ആരതി വിവാഹം കഴിക്കുന്നത് നമ്മുടെ വിക്കിയാണ്. അവളുടെ അടുത്ത് നിൽക്കുന്നത് അവളുടെ ചേട്ടനായിരിക്കും, ആദിയുടെ ഭർത്താവ്. ഒന്നും മനസ്സിലാക്കാതെ ഞാൻ ഇവരുടെ ഇടയിൽ വന്നു പെട്ടല്ലോ. വേദാന്തി ചേട്ടനെങ്ങാനും ഇത് അറിഞ്ഞാ? മുഖം പോലും കാണരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ ആരതിയുടെ വീട്ടിലാണ് താമസം, റിസപ്ഷനും വന്നിരിക്കുന്നു എന്നെങ്ങാനും അറിഞ്ഞാ? അങ്ങനെ ഉണ്ടാകരുത്. ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. വിവാഹത്തിന്റെ ആഘോഷത്തിൽ ഏട്ടൻ സന്തോഷമായിരിക്കട്ടെ. ഞാൻ കാരണം അദ്ദേഹം അപ്സെറ്റ് ആവരുത്. കണ്ണാ, എന്താ അമ്മ, എന്തു പറ്റി? ആരെയാ വിളിക്കുന്നേ?
പാപ്പവെന്ന് പയ്യനില്ലേ, അവന്റെ പേര് കണ്ണനെന്നാ. അവൻ ഞങ്ങളുടെ വീട്ടിലാ താമസം. പക്ഷെ അവൻ കല്യാണത്തിന് വന്നിട്ട് സ്റ്റേജിലും കേറിയില്ല, ആരോടും മിണ്ടിയില്ല. അതിനെ വിളിക്കുന്നേ. സാരമില്ലമ്മേ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. गणपतये नमः। गणपतये नमः। എന്താ വിക്കിത്? ഓ സോറി തന്നെ. നീ ഒരു കള്ളനാട്ടോ. നമ്മുടെ കല്യാണം നടക്കാൻ പോവല്ലേ, പിന്നെ എന്തിനാ ഈ കണ്ണുപൊത്തിക്കളിയൊക്കെ? കാരണം നിന്നോടുള്ള അതിയായ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം ഇങ്ങനെ ആരതി ആരതി എന്ന് പറഞ്ഞ് ഒച്ചയില് വിളിച്ച് കുതിരയെ പോലെ ചാടും. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് അകത്തോട്ട് കിടത്തണ്ടേ, അതിനാ ഞാനിപ്പോ വന്നേ. ഈ വിക്കിയുടെ ഒരു കാര്യം, നിന്റെ കുട്ടിക്കളി എനിക്ക് ഇഷ്ടാവുന്നുണ്ട് കേട്ടോ. എന്നാ ഉള്ളിന്റെ ഉള്ളിലൊരു പേടിയുണ്ടാവും. ഞാനും ഇപ്പൊ അതേ അവസ്ഥയിലുള്ള. ഇപ്പൊ എനിക്ക് നല്ല ശാന്തമായിട്ട് സമാധാനമായിട്ട് എല്ലാം സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്. എന്നാലും ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ട്. ഇറിറ്റേഷനോ? എന്തിന്? അല്ല, ചേട്ടൻ എന്തുകൊണ്ടാ റൗഡി കൊച്ചിനെ മനസ്സിലാകാത്തത്? ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ വിക്കി? ഇതിവിടെ നിർത്തുന്നതാ നല്ലത്. നമ്മൾ വിചാരിച്ചതും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും എല്ലാം വെറും സ്വപ്നാവത്തേ ഉള്ളൂ. എല്ലാവരും ചേർന്ന് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അമ്മുവിന്റെ മനസ്സിൽ ഒരു കുന്നോളം ആശകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സാധാരണയല്ലേ? പക്ഷെ വേദാന്ത് ചേട്ടന് അമ്മുവിനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവള് തളർന്നു പോവല്ലേ ഉള്ളൂ. അവൾ അങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത് കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വിക്കി. എല്ലാവരുതേ ചേട്ടന് മനസ്സിലാന്താവളെന്ന് ആൾക്ക് പോലും അറിഞ്ഞൂടാ. അവര് പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് എന്റെ ആഗ്രഹം. എനിക്കും ആഗ്രഹം തന്നെയാണ് വിക്കി. എന്നാൽ അതുപോലെ തന്നെ അവള് നിരാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എനിവേ, നമ്മുടെ കല്യാണത്തിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിനു വേണ്ടിയല്ലേ ഞാൻ ഇത്ര റിസ്ക് എടുത്തേ. എന്നാലും ചെറിയൊരു ടെൻഷനുണ്ട്. ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വിക്കി ഇപ്പോഴും ശാന്തനായിട്ടില്ല എന്നല്ലേ? ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന വിക്കിയുടെ മനസ്സിന് കുറച്ച് സമാധാനമൊക്കെ കൊടുക്ക്. ഒന്ന് പോയി റെസ്റ്റ് എടുക്ക. അപ്പൊ എല്ലാം താനെ ശരിയായിക്കോളും. കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഇങ്ങനൊന്നും മുൻപ് എനിക്ക് ഉണ്ടായിട്ടില്ല. സാഹിത്യം എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ ഡീല് മാത്രമായിരുന്നു അത്. എന്റെ ഫ്രസ്ട്രേഷന്റെ കാരണം എന്താണ്? എന്തോ ഒന്ന് എനിക്ക് നഷ്ടമായതുപോലെ. കാരണം പറയാൻ പറ്റാത്തത്ര സങ്കടം. എനിക്ക് ആ സാഹിത്യം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതോ ഇനി വേറെ എന്തെങ്കിലും?
അമൂല്യ ഓർത്തപ്പോ ഞാൻ എന്തിനാ കരഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമൂല്യയോടൊന്ന് പോയി സംസാരിച്ചാലോ? പക്ഷെ ഞാനിപ്പോ എന്താ പറയാ? വേദാന്ത്, യു ഹാവ് മെയ്ഡ് മീ സോ പ്രൗഡ് ടുഡേ. നിന്റെ വിവാഹം നടത്തുക എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആഗ്രഹമല്ല, സോറി, അത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇപ്പൊ നിന്റെ എൻഗേജ്മെന്റ് നടന്നിരിക്കെ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് മോനെ. അമ്മയ്ക്ക് സന്തോഷമായില്ല, അത് മതി. വിക്കിയുടെ വിവാഹത്തിന് ശേഷം ഒരു നല്ല മുഹൂർത്തം കണ്ടെത്തണം. വിക്കിയുടെ കല്യാണത്തിന് ഇനി ഒരു തടസ്സവുമില്ല. ഇത്രയും സന്തോഷം നീ എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് വേദാന്ത്. യു ആർ മൈ പെർഫെക്റ്റ് സൺ. വിക്കി, കല്യാണ പെണ്ണ് പോലും ഇതുവരെ ഒരുങ്ങാൻ പോയിട്ടില്ല. അപ്പോഴാ നീ എന്നെ ഒരുക്കെന്ന് പറഞ്ഞ് സ്വൈര്യം കെടുത്തുന്നേ. എന്തൊരു ചെറുക്കനാ ഇത്. ഈ ദിവസത്തിന് വേണ്ടിയില്ല അമ്മേ ഞാൻ ഇത്ര കാലം കാത്തിരുന്നേ. സ്വപ്നമൊക്കെ നിറവേറുമ്പോ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ഇത്ര വേഗം റെഡിയാക്കാൻ പറഞ്ഞു. എന്നാലും ഇതൊക്കെ ശരിക്കും സത്യത്തിൽ ഉള്ളതാണോന്ന് എന്റെ സംശയം ഇപ്പൊ. മദറിന്റെ ഇത്ര നേരോട്ടൊന്നും അമ്മ റെഡിയാവത്തെ? അർജന്റ് ഉള്ളത് നിനക്കല്ലേ, എനിക്കല്ല. ശരി, നീ പതുക്കെ റെഡിയായി വാ. നിന്നോട് ആർക്കും അവിടെ സംസാരിക്കാനുണ്ടെന്ന്. ദേ, അവരെ ചീത്ത പറഞ്ഞു വിട്ടേക്കരുത്. ആരാമേ? നിനക്ക് വഴിയെ മനസ്സിലാവും.